ഹലോ മച്ചാമാരെ, നമ്മളപ്പോൾ വാഗമണ്ണ് പോകുന്ന റൂട്ടിലാണ് മർമല വെള്ളച്ചാട്ടം. മർമല വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ വാഗമണ്ണ് പോകുന്ന റൂട്ടിൽ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടു ഒരു ചെക്ക് പോസ്റ്റ്. അവിടെ കൂലി നമ്മളകത്ത് കയറുന്ന എൻട്രി ഫീ 30 രൂപ, 3 പേർക്ക് 90 രൂപ. അങ്ങനെ അവിടുന്ന് ഒരു 500 മീറ്റർ നടന്നു കഴിയുമ്പോഴാണ് മർമല വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുക. അവിടുന്ന് 100 മീറ്റർ നടന്നു കഴിയുമ്പോഴാണ് നമുക്കവിടെ കുളിക്കാനുള്ള സ്പോട്ടുള്ളത്. അപ്പം വളരെ അച്ചടക്കത്തോടും വളരെ ശ്രദ്ധയോടും കൂടി വേണം നടക്കാൻ. അനേകമായ കൂർമ്മയേറിയ കല്ലുകളും കാര്യങ്ങളുമൊക്കെ ആ നടക്കുന്ന പാതയിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി റിസ്ക്കിയാണ്. അപ്പോൾ കാല് വയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഒന്ന് നടക്കാൻ. പിന്നെ അവിടുന്ന് നടന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അപകട സാധ്യതയുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയുള്ള ഫോട്ടോസുകളൊക്കെ എടുക്കുക. പാറകളായാലും ഇപ്പം നമുക്ക് തന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം വീഴുന്ന ആ ഒരു താഴ്ഭാഗം നമുക്ക് കാണാൻ സാധിച്ചില്ല. അത്രയ്ക്ക് അവിടെ എന്താ പറയുക, ഡേഞ്ചർ ഏരിയ ആയതുകൊണ്ട് അവിടെ അവരെ അനുവദിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ മർമല വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവർക്കും കാണാൻ പോയവർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികളോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പോകുന്ന രീതിയൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപയുടെ ടോക്കണൊക്കെ എടുത്ത് ഈ വാഗമണ്ണ് പോകുന്ന റൂട്ടിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ച് വരാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഈ മർമല വെള്ളച്ചാട്ടത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഓക്കെ. തീവൂ ബാ. പല ഭാഗങ്ങളും ആഴമേറിയതുമാണ്. കല്ലുകൾ ചെറിയതും മണ്ണിൻ്റെ വസ്തുക്കൾ വേറിട്ട് സൂപ്പറാ. Ano?